ഈ 2026 ഓഗസ്റ്റ് മാസം 7 സൗദി അറേബ്യയും ടർക്കിയും പാകിസ്ഥാനും കൂടെ ഒരു മ്യൂച്വലായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ഡിഫൻസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള മറ്റൊരു എഗ്രിമെൻ്റായിട്ടൊക്കെ ഒരു രീതിയിൽ നമുക്ക് തോന്നാം. പക്ഷെ എന്താണ് ഈ കരാർ? ഇനി കൂടുതൽ മുസ്ലിം രാജ്യങ്ങൾ ഈ ഒരു കരാറിലേക്കൊക്കെയും ജോയിൻ ചെയ്യുമോ? എങ്ങനെയാണ് ഇത് ഇസ്രയേലും അമേരിക്കയും ഒക്കെ തമ്മിൽ കണക്റ്റ് ആയിരിക്കുന്നത്? ആൻഡ് ഇതും അന്ത്യകാല സംഭവങ്ങൾ, ബൈബിൾ പ്രകാരമായിട്ടുള്ള അന്ത്യകാല സംഭവങ്ങളൊക്കെയും തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ? അതൊക്കെയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. ടർക്കി എന്ന് പറയുന്ന രാജ്യം നേറ്റോയിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് നല്ല ഒരു സൗഹൃദ ബന്ധവും തന്നെ നിലനിർത്തി വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള രീതിയിൽ അവർ അമേരിക്കയുമായിട്ടുള്ള സഹകരണത്തിൽ നിന്ന് ഇച്ചിരി അകന്നു പോവുകയാണ്. 2019 ടർക്കിക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് ആ S-400 എയർ ഡിഫൻസ് സിസ്റ്റം ലഭിച്ചതും കൊണ്ട് ടർക്കിയെ അമേരിക്കയുടെ F-35 ആ ഫൈറ്റർ ജെറ്റ് യുദ്ധവിമാന പ്രോഗ്രാമിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. അമേരിക്ക പറഞ്ഞത് ടർക്കിക്ക് ഒരേ സമയം റഷ്യയുടെ S-400ഉം അമേരിക്കയുടെ F-35 ടെക്നോളജിയും കൈവശം വെക്കുവാൻ സാധിക്കില്ല. കാരണം റഷ്യക്കാർക്ക് ഈ F-35 യുദ്ധവിമാനത്തിൻ്റെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ 2020 അമേരിക്ക ടർക്കിയുടെ മേൽ നിരോധനങ്ങൾ ചുമത്തി. അത് കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്, കാറ്റ്സ എന്നാണ് അതിനെ ഷോർട്ട് ഫോം. അതായത് അമേരിക്ക ഓൾറെഡി ഇറാൻ്റെ മേലും റഷ്യ, നോർത്ത് കൊറിയയുടെ മേലെല്ലാം നിരോധനങ്ങൾ, സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റേതെല്ലാം രാജ്യമുണ്ടോ അവരുടെ മേലും നിരോധനങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തും. അങ്ങനെയാണ് ടർക്കിയെയും കൂടെ ആ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം, ടർക്കി ഇപ്പോഴും നേറ്റോയിലെ ഒരു അംഗമായി നിൽക്കുന്നത് ഓർത്താണ്. കാരണം ടർക്കി ഇപ്പോൾ കൂടുതൽ റഷ്യ, ഇറാൻ, പിന്നെ ഹമാസിനെ അമേരിക്ക ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഒരു ഭീകര സംഘടനയായിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടർക്കിക്കിപ്പം ഇവരുമായിട്ടെല്ലാമാണ് കൂടുതൽ താല്പര്യം, ബിസിനസ്സും ഇടപാടുകളും എല്ലാം നടത്താൻ. ഇനിയിപ്പോൾ പാകിസ്ഥാനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു നേറ്റോ അംഗമല്ല. പക്ഷേ അവർക്ക് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. അതായത് മേജർ നോൺ നേറ്റോ അലൈ, MNNA സ്റ്റാറ്റസ് പാകിസ്ഥാനുണ്ട്. അതിൻ്റെ അർത്ഥം പാകിസ്ഥാന് അമേരിക്കയുടെ ഡിഫൻസ് സപ്ലൈ ഒക്കെ ആക്സസ് ചെയ്യാം. പിന്നെ പ്രയോറിറ്റി ഡെലിവറി, മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ പാകിസ്ഥാന് അമേരിക്കയുടെ നിന്ന് ഡിഫൻസ് മെറ്റീരിയലും അതുപോലെ തന്നെ ഗവൺമെൻറ് ലോൺ ഗ്യാരണ്ടികളും, അതായത് പുതിയ ആയുധങ്ങൾ വാങ്ങുവാനായിട്ടുള്ള ലോൺ ഗ്യാരണ്ടികളൊക്കെയും പാകിസ്ഥാന് ലഭിക്കും. പിന്നെ അതിൻ്റെ കൂടെ വളരെയധികം കോപ്പറേറ്റീവായിട്ടുള്ള രീതിയിൽ സഹകരിച്ചുകൊണ്ടുള്ള ഡിഫൻസ് റിസർച്ചും ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളിനകത്തെല്ലാം പാകിസ്ഥാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു നേറ്റോ അംഗമല്ലാത്തതും കൊണ്ട് പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് യാതൊരു ബാധ്യതയുമില്ല പാകിസ്ഥാനെ വന്ന് സംരക്ഷിക്കണമെന്ന്. ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പാകിസ്ഥാൻ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള രീതിയിൽ അവർക്ക് അമേരിക്കൻ താല്പര്യങ്ങളെക്കാട്ടിലും കൂടുതൽ ഈ പാകിസ്ഥാനി ലീഡർഷിപ്പിന് ഇറാൻ്റെ ഭരണകൂടത്തോടാണ് കൂടുതൽ താല്പര്യം. ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന ഗേറ്റ് സ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് തന്നെ പറയുന്നത് പാകിസ്ഥാൻ റിപ്പീറ്റഡായിട്ടുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായി, നയതന്ത്രപരമായിട്ടുള്ള ഒരു പങ്കാളി എന്നുള്ള രീതിയിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു പാർട്ട്ണർ, വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു പങ്കാളിയാണ് പാകിസ്ഥാൻ എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇപ്പോൾ തന്നെ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഒരു ബില്ല് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെ ആ MNNA സ്റ്റാറ്റസിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് പറയുന്നു. ഇനിയിപ്പോൾ സൗദി അറേബ്യ നോക്കിയാലോ. സൗദി അറേബ്യയും ഒരു നേറ്റോ അംഗമല്ല. അവർക്ക് ഒരു MNNA സ്റ്റാറ്റസും ഇല്ല. അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു 90 വർഷത്തോളമായിട്ടുള്ള ഒരു ഇൻഫോർമൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് ബന്ധമാണ്. അതായത് സംരക്ഷണത്തിന് വേണ്ടി എണ്ണ കൊടുക്കുക. എന്നാൽ തന്നെ സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക വന്ന് സൗദി അറേബ്യയെ ഡിഫെൻഡ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നോ ഒരു ബാധ്യതയുമില്ല. ഇപ്പോൾ തന്നെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള രീതിയിൽ സൗദി അറേബ്യ ഇസ്രയേലുമായിട്ടുള്ള എബ്രഹാം അക്കോർഡ്സ് കരാറിൽ, ആ സമാധാന ബന്ധ കരാറിൽ ഒപ്പുവെക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം കാരണം ഇസ്രയേലുമായിട്ടുള്ള രീതിയിൽ ഒപ്പുവെക്കാതെ ഇങ്ങനെ ഇരുന്നിരുന്ന് വരികയായിരുന്നു. സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ നിന്നും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ കൈവശത്തു നിന്നുമുള്ള ന്യൂക്ലിയർ പരമായി, ആണവപരമായിട്ടും പിന്നെ സെക്യൂരിറ്റി ഗ്യാരണ്ടീസും സൗദി അറേബ്യയ്ക്ക് വേണം. കാരണം
ആ പ്രദേശത്ത് സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രുവായി സൗദി അറേബ്യനെ കാണുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാനെതിരെ നിൽക്കുവാൻ ആകപ്പാടെ കേപ്പബിലിറ്റിയുള്ള ഏക രാജ്യം ആ പ്രദേശത്തിൽ ഇസ്രയേലാണ്. അതുകൊണ്ട് സൗദി അറേബ്യക്ക് ഇസ്രയേലിനെയും വേണം. അപ്പോൾ എബ്രഹാം അക്കോർഡ്സിലേക്ക് സൗദി അറേബ്യ ജോയിൻ ചെയ്താൽ സൗദി അറേബ്യ സ്വാഭാവികമായിട്ടും മറ്റ് അവരുടെ അറബ് സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്ന് ബന്ധം അകന്നകന്ന് പോകേണ്ടിയും വരും. അപ്പോൾ പിന്നെ എന്താണ് ഈ മെക്ക പാക്റ്റ്? ഈ എഗ്രിമെൻ്റ് പ്രകാരം ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ഈ 3 രാജ്യങ്ങളെയും ആ രാജ്യം ആക്രമിക്കുന്നതിന് തുല്യമാണ്. അതായത് നാറ്റോ സംഘടനയിലെ ആ ഒരു എഗ്രിമെൻ്റ് പോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം ടർക്കി ഒരു നാറ്റോ അംഗമാണ്. ടർക്കിക്ക് ഡിഫൻസ് കേപ്പബിലിറ്റിയുണ്ട്, ശക്തമായിട്ടുള്ളൊരു സൈന്യവുമുണ്ട്. പാകിസ്ഥാനും നല്ലൊരു സൈന്യവുമുണ്ട്. അതോടൊപ്പം അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ്, ആണവ ആയുധങ്ങളുമുണ്ട്. പിന്നെ സൗദി അറേബ്യയ്ക്ക് വലിയ ധനവും ഇസ്ലാമിക് ലോകമെമ്പാടുമുള്ള വലിയ സ്വാധീനവുമുണ്ട്. അപ്പോൾ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള ഈ ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ടർക്കിയുടെ നാറ്റോ മെമ്പർ സ്റ്റാറ്റസ് പോയാലും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയോ ടർക്കി? പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആ MNNA സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടാലും സാരമില്ല എന്നായോ? പിന്നെ സൗദി അറേബ്യ ഇപ്രകാരമുള്ള മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ടുള്ള രീതിയിൽ കൂടുതൽ സൗഹൃദ ബന്ധവും എഗ്രിമെൻറ്റും ഒക്കെ ഒപ്പുവെക്കുന്നതാണോ നല്ലതെന്ന് തോന്നുന്നത് കമ്പയർഡ് ടു ഇസ്രയേലുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച് ആ എബ്രഹാം അക്കോർഡ്സിലെ ഭാഗമാകുന്നതിനേക്കാളും നല്ലത് ഇപ്രകാരം ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കുന്നതാണ് നല്ലതെന്ന് സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ തോന്നുകയാണോ? ഇവിടെയാണ് ഇസ്രയേലും അന്ത്യകാലവും ബൈബിളും എല്ലാം പിക്ചറിലേക്ക് വരുന്നത്. ഈ 3 രാജ്യങ്ങളും ഇപ്രകാരമുള്ള ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പുവെച്ചെങ്കിലും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ 3 രാജ്യങ്ങളിലെ ഓരോ രാജ്യത്തിനും മിഡിൽ ഈസ്റ്റിലെ ലീഡറാവണം, തലവനാകാൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു ഫാക്ടർ, ഒരേ ഒരു വസ്തുതയേ ഉള്ളൂ, ഇസ്രയേൽ. മാത്രവുമല്ല അവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ഹേട്രഡ്, ആദർശപരമായിട്ടുള്ള വിദ്വേഷം, ഇസ്രയേലിനോടുള്ള ആ മനോഭാവം, അതാണ് ഇവരെ എല്ലാം ഒരുമിപ്പിക്കുന്നത്. ആൻഡ് ഈ ഒരു എഗ്രിമെൻറ്റ് മെക്കയിൽ ഒപ്പുവെച്ചത് തന്നെ, അതായത് ഇസ്ലാമിലെ വിശുദ്ധ സ്ഥലമെന്ന് കണക്കാക്കപ്പെടുന്ന മെക്കയിൽ ഒപ്പുവെച്ചത് തന്നെ എല്ലാം വ്യക്തമാക്കുന്നുമുണ്ട്. ആ ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിൻ്റെ ആ പിമ്പിലുള്ള ഐഡിയോളജിക്കലായിട്ട്, അതായത് ആദർശപരമായിട്ടും പിന്നെ മതപരമായിട്ടുള്ള ആ ഒരു അടിസ്ഥാനം ഇതെല്ലാം വ്യക്തമാക്കി വരികയാണ്. ഈ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച ശേഷം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫ് പറഞ്ഞത്, മുഴുവൻ മുസ്ലിം ലോകത്തിനും ഇസ്രയേൽ ഒരു ഭീഷണിയാണെന്നും ഇസ്ലാമിക ലോകം ഒരുമിച്ച് ഒരു സൈനികപരമായിട്ടുള്ളൊരു ഫ്രണ്ട് ഇസ്രയേലിനെതിരെ എടുത്തു തുടങ്ങണമെന്നും. കുറച്ചാൾ മുമ്പ് അദ്ദേഹം ഇസ്രയേലിനെ ഈവിൽ, അതായത് ദോഷകരമാണെന്നും മാനവജാതിക്കൊരു ശാപമാണെന്നും ഒരു ക്യാൻസറസ് രാഷ്ട്രമാണെന്നൊക്കെയും വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ ടർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിഡാൻ പറഞ്ഞത് ഈ എഗ്രിമെൻറ്റ് ഇറാനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഒന്നും അല്ല. ആളുകൾ വിചാരിക്കും ഇറാനെതിരെയാണ് ഇവരെല്ലാവരും ഒരുമിക്കുന്നതെന്നുള്ളത്. കാരണം ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്നത് ഇറാനെയാണ്. അതുകൊണ്ട് ഇറാനെതിരെ ആയിരിക്കും ഇവരെല്ലാവരും ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷേ അവർ പോലും പറയുന്നു ഇറാനെതിരെ ഒന്നുമല്ല. പിന്നെ പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ തന്നെ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു കരാറ് പ്യുവർലി ഡിഫെൻസീവാണ്, പ്രതിരോധമാണ്. ഏതെല്ലാം അറബ് രാജ്യങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമോ അവർക്കെല്ലാം ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നു. അപ്പോൾ ഇത് സമാധാനപരമായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഓർക്കണം, മുമ്പേ ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ എന്താണ് ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞതെന്ന്. ഇപ്പോൾ തന്നെ ചില റൂമറുകളുണ്ട് ഖത്താറും ഈജിപ്തും ഈ മെക്ക പാക്റ്റിലേക്ക് ഒപ്പുവെക്കുവാൻ സാധ്യതയുണ്ടെന്ന്. ഖത്താർ നമുക്കറിയാം അൽ ജസീറ എന്ന് പറയുന്ന മീഡിയ നെറ്റ്വർക്കിനെ ഓപ്പറേറ്റ് ചെയ്യും ഉടമസ്ഥാവകാശം വെക്കുന്ന രാജ്യമാണ്. അൽ ജസീറയാണ് ഏറ്റവും ആൻറ്റി വെസ്റ്റേണും ഇസ്രയേലിനെതിരെയും പ്രവർത്തിക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മീഡിയ നെറ്റ്വർക്കിലെ ഒന്ന്. മാത്രവുമല്ല ഖത്താർ ഹമാസിലെ തലവന്മാരെ ആ രാജ്യത്ത് വർഷങ്ങളായിട്ടുള്ള രീതിയിൽ താമസിക്കുവാൻ അനുവദിച്ചിട്ടുമുണ്ട്. പിന്നെ ഈജിപ്തിന് ഇസ്രയേലുമായിട്ടൊരു ചരിത്രപരമായിട്ടുള്ളൊരു സമാധാന കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. എന്നാൽ തന്നെ അവർ ഹമാസിൻ്റെ ഭീകരരെയും പിന്നെ അതുപോലെ ആയുധങ്ങളും ഈജിപ്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഗാസയുടെ പ്രദേശത്തിലേക്ക് കടത്തുവാൻ അവർ സ്മഗ്ലിംഗ് ടണലുകളൊക്കെയും ഈജിപ്തിനകത്ത് അവർ ഒരുക്കി കൊടുത്തിരുന്നു. അവർക്ക് ഹമാസിന് കൊടുത്ത ആ സഹായം എല്ലാം വെളിച്ചത്തിൽ വന്നതാണ്. അതിനെപ്പറ്റി ഇതിനു മുമ്പുണ്ടായിരുന്ന ആ സമയത്തെ ചില അപ്ഡേറ്റിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടുള്ള രീതിയിൽ
ഈജിപ്റ്റ് വലിയ സൈനിക ശക്തിയെ അവരുടെ വടക്കേ ബോർഡറിൽ, അതായത് ഇസ്രയേലിൻ്റെ തെക്കേ ബോർഡറിനോട് ചേർന്ന ഈജിപ്തിൻ്റെ അതിർത്തിയിൽ തന്നെ അവർ കൂടുതലായിട്ടുള്ള രീതിയിൽ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് പ്രകാരം പ്രൊഹിബിറ്റഡ് ആണ്. അങ്ങനെ ഈജിപ്റ്റോ ഇസ്രയേലോ ചെയ്യാൻ പാടില്ല. പക്ഷേ ഈജിപ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്രകാരം രാജ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുകെട്ടുകളും എഗ്രിമെൻറ്റുകളും ഒക്കെയും ഒപ്പുവെക്കുമ്പോൾ സങ്കീർത്തനം 83 നമ്മൾ ഓർത്തു പോകും. അവിടെ നമ്മൾ കാണുന്നത് ഇസ്രയേലിൻ്റെ ചുറ്റിനും ഇസ്രയേലിനെ വെറുക്കുന്ന പല രാജ്യങ്ങളും കൂട്ടരുമെല്ലാം ഒരുമിച്ച് ഇസ്രയേലിനെ എതിരെ കടന്നു വരികയും ഇസ്രയേലിനെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രംഗമാണ്. അപ്പോൾ സങ്കീർത്തനം 83 നമ്മൾ കാണുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ നീതി ആണ് നിലനിൽക്കേണ്ടതും, അതുപോലെ തന്നെ ആ കടന്നു വരുന്ന ശത്രുക്കളെന്ന് പറയുന്നവർ പോലും മനസ്സിലാക്കണം യഹോവ മാത്രമാണ് സത്യദൈവമെന്ന്. ബൈ ദ വേ, സങ്കീർത്തനം 83 കുറിച്ച് മറ്റൊരു സന്ദേശം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഇസ്രയേലിനോടുള്ള ഹേട്രഡ്, ആ വിദ്വേഷം, ആ ദേഷ്യമാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇപ്രകാരമുള്ള ഓരോരോ എഗ്രിമെൻറ്റുകളിലൊക്കെ ഒപ്പുവെക്കുവാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ചരിത്രത്തിൽ അനുവദിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ മറ്റ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിനെ തോൽപ്പിക്കുവാനും ഇസ്രയേലിനെ അവരുടെ ദേശത്തിൽ നിന്ന് ഓടിച്ചു വിടുവാനും ഒക്കെയും സാധിച്ചിട്ടുള്ളൂ. എന്താ കാര്യം? ഇസ്രയേൽ ദൈവസന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. പക്ഷേ അവർ മാനസാന്തരപ്പെട്ട്, അതായത് ഇസ്രയേൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി. ദൈവം അവർ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. ദൈവം അത്ഭുതകരമായിട്ട് സംരക്ഷണവും വിജയങ്ങളും അവർക്ക് കൊടുത്തു തന്നെ വരികയാണ്. ഈ 20 നൂറ്റാണ്ടിലെ ആ ഒരു ചരിത്രം നോക്കുമ്പോഴും അതിൻ്റെ പുറകോട്ട്, അതായത് BC കാലഘട്ടങ്ങളിലും എല്ലാം നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ 20-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ മാത്രം എടുത്താൽ തന്നെ ഇത് എത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണപ്പെടുന്നു. ആൻഡ് ഇസ്രയേലിനെതിരെ രാജ്യങ്ങൾ ഒരുമിക്കുമെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അന്ത്യകാലത്തിൽ നമ്മൾ മറ്റൊരു സംഘടിത ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളെ കാണുന്നുണ്ട്. യെഹെസ്കേൽ 38-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ സംഘടിത ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ, അവർ ഒരുമിച്ച് ഇസ്രയേലിനെതിരെ കടന്നു വരികയാണ്. റഷ്യ, ഇറാൻ, ടർക്കി, സുഡാൻ, ലിബിയ, ഇവരെല്ലാവരും ഒരുമിച്ച് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ കടന്നു വരുന്നു. പക്ഷെ ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം അവിടെ ഇടപെടുകയും ആ കടന്നു വരുന്ന സംഘടിത ശക്തികളെ മുഴുവനുമായിട്ടുള്ള രീതിയിൽ ഇസ്രയേലിൻ്റെ മലയോര താഴ്വരകളിൽ വെച്ച് ഇല്ലാതാക്കുകയാണ്. യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, എങ്ങനെയാണ് എല്ലാ സാധ്യതയും ഉൽപ്രാപണത്തിന് ശേഷം അത് സംഭവിക്കുന്നത്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, എന്താണ് ആ ഒരു അധിനിവേശത്തിൻ്റെ റിസൾട്ട്, ഇതെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ മെക്ക കരാർ സങ്കീർത്തനം 83 നിവൃത്തീകരണമാണോ, അല്ലെങ്കിൽ യെഹെസ്കേൽ 38 അധിനിവേശത്തിൻ്റെയൊക്കെ ആരംഭമാണോ? ഒരിക്കലുമല്ല. ബൈബിൾ പറയാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ടുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കരുത്. പക്ഷേ നമ്മൾ ഇപ്രകാരമുള്ള രാജ്യങ്ങൾ, ചരിത്രപരമായി ഇസ്രയേലിൻ്റെ എതിരെ നിന്ന രാജ്യങ്ങൾ ഒരുമിക്കുമ്പോൾ, അതായത് സൈനികപരമായിട്ടുള്ള രീതിയിലൊക്കെ അവർ ഒരുമിക്കുമ്പോൾ, അവരിൽ പലരും ഇസ്രയേലിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് ഉറക്കെ പറയുമ്പോൾ നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അതായത് ഭാവിയിൽ ഇപ്പറഞ്ഞ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ കടന്നു വരും. അപ്പോൾ ടർക്കിയുടെയോ പാകിസ്ഥാൻ്റെയോ സൗദി അറേബ്യയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെയോ ബലമൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇറ്റ് ഈസ് അബൌട്ട് ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരമാധികാരമാണ് വിഷയം. രാജ്യങ്ങൾ അവരുടെ പദ്ധതികൾ ഉണ്ടാക്കും, കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കി എഗ്രിമെൻ്റൊക്കെ ഒപ്പുവെക്കും. അവർ ഇസ്രയേലിനെതിരെ കടന്നു വന്നെന്നും ഇരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് സമയമാവുമ്പോൾ ദൈവം തന്നെ നേരിട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടപെടും, ഇസ്രയേലിന് വേണ്ടി ഇടപെടും. ആൻഡ് വിശ്വാസികളെന്നുള്ള രീതിയിൽ, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രത്യാശയുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഇങ്ങനെ മുന്നോട്ടിങ്ങനെ നീങ്ങുമ്പോൾ യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ, തൻ്റെ സത്യസഭയെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ മധ്യാകാശത്തിൽ യേശു വരുന്ന പ്രത്യക്ഷപ്പെടൽ, ആ സംഭവം, അതിനെ വിളിക്കുന്ന പേരാണ് റാപ്ചർ. മലയാളത്തിൽ വിളിക്കും ഉൽപ്രാപണം. അത് ഏറ്റവും അടുത്തു. അപ്പം നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണേണ്ടത് ഭയത്തോടു കൂടിയല്ല, വിശ്വാസത്തോടുകൂടി, വലിയ പ്രത്യാശയോടുകൂടി ആൻഡ് ഉൽപ്രാപണത്തിൽ പോകുവാനുള്ള ഒരുക്കം കൂടി വേണം നമുക്ക്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിനോട് വിശ്വസ്തരായി തന്നെ നിലനിൽക്കാം, ആൻഡ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയും കൂടെ നിൽക്കാം. ഈ രാജ്യങ്ങൾ അവരുടെ പദ്ധതികളൊക്കെ ഉണ്ടാക്കും, ഇപ്രകാരമുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രവചനപരമായിട്ടുള്ള വാക്ക് മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ. ആമേൻ.
ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്രകാരമുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഡെലിവേർഡ് ആകണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.